പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഈന്തപ്പഴം, ചെറുപയർ, മഞ്ഞൾ. ഇത് കസ്തൂരി മഞ്ഞളാട്ടോ. ഞാൻ നട്ടു വളർത്തി അവിടെ നിന്ന് എടുത്ത മഞ്ഞളാണ്. അപ്പോൾ ഞാനിത് എന്താണ് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഉണ്ടാക്കി കാണിച്ച് ഒത്തിരി സമയം ദീർഘിപ്പിച്ച് നിങ്ങളെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ എന്നോർത്താണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരാത്തത്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഈന്തപ്പഴം ഒരു 1/2 കിലോ ഈന്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ കുരു കളയണം. കുരു കളഞ്ഞിട്ട് അതും ഒരു 1/4 കിലോ ചെറുപയറും ഇതിൽ മഞ്ഞൾ ഇങ്ങനെ 1-2 പീസ് മഞ്ഞളും എടുത്ത് ഇതിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിയുക. ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് അത് എടുക്കുക. ഇത് ചെറുപയർ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇത് മൂന്നും കൂടി നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ബൗളിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമ്മൾ ഒരു തേങ്ങയുടെ പാല് റെഡിയാക്കി വെക്കണം. ആദ്യം ഒരു 2-ാം പാലും പിന്നെ 1-ാം പാലും എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് 3-ാം പാലിൻ്റെ ഒരു അരഭാഗം എടുത്തിട്ട് അതിൽ ഈ ഈന്തപ്പഴവും ചെറുപയറും ഈ മഞ്ഞളോടെ അരച്ചത് നന്നായിട്ട് അടപ്പത്ത് ഉരുളി വെച്ചിട്ട് അതിലേക്കിട്ടിട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് വഴറ്റി എടുക്കണം. നമ്മൾ അടുത്തുനിന്ന് മാറരുത്, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഫുൾ ഫ്ലെയിമിലിടരുത്, ഒരു കാരണവശാലും ഫുൾ ഫ്ലെയിം ആക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് മാറുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിടണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി എടുത്ത് കുറച്ചങ്ങ് വറ്റി കഴിയുമ്പോൾ നമ്മൾ ബാക്കി പാലോടെ 2-ാം പാലിൻ്റെ ബാക്കി പാലോടെ ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കി അതായത് ഇതെല്ലാവരും വെന്ത് നല്ലതുപോലെ അതെല്ലാവരും കൂടി മിക്സ് ആവണം. ഈ ചെറുപയറും അതുപോലെ ഈന്തപ്പഴവും ഈ മഞ്ഞളും എല്ലാവരും മിക്സായിട്ട് വരണം. മാത്രമല്ല പച്ചമഞ്ഞളാവുമ്പോൾ അത് നന്നായിട്ട് അതിലേക്ക് ചേരണമല്ലോ. അപ്പോൾ അരയിൽ നിന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ഞാൻ സാധാരണ രീതിയിൽ അത് പിന്നെ അരിച്ച് എടുക്കുമോ, അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കുമോ, അങ്ങനെയൊന്നും ചെയ്യില്ല. ആ അരച്ചെടുക്കുന്നത് നമ്മൾ അല്പം പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഈ ലേഹ്യം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നല്ലപോലെ ബാക്കി പാലും ഒഴിച്ച് ഇളക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാലെടുത്ത് ഒഴിച്ചിട്ട് അതും നല്ലപോലെ ഇളക്കി കുറുകി നല്ലപോലെ ഒരു ഒത്തിരി ഉണങ്ങിയല്ല, ഒരു ലേഹ്യത്തിൻ്റെ പാകത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് തണുക്കാനായിട്ട് വെക്കുക. തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലാസ് ഭരണി കഴുകി ഉണക്കി നമ്മൾ ആ ഗ്ലാസ് ഭരണിയിലിട്ട് ഇത് വെക്കുക. ഇത് ഓരോ ടീസ്പൂൺ വീതം ഭക്ഷണത്തിന് മുമ്പ്, അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴാണ് ഇത് കഴിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ ഭക്ഷണം കഴിച്ച് ദഹിച്ച് നമ്മുടെ വയറെല്ലാം ശുദ്ധമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ദിനചര്യകളെല്ലാം കഴിഞ്ഞ് ശുദ്ധമായ വയറോടുകൂടി ഇത് ഒരു ടീസ്പൂൺ എടുത്ത് നിങ്ങൾ കഴിച്ച് നോക്കുക. ഒരുപാട് ഗുണങ്ങൾ കിട്ടും നിങ്ങൾക്ക്. നിറം വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് നല്ല സ്കിന്നും അതുപോലെ തന്നെ ആരോഗ്യകരമായൊരു ശരീരവും നമുക്ക് കിട്ടാൻ ഈ ലേഹ്യം കഴിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത് വളരെ ഉപയോഗിച്ച് അനുഭവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ.